ഇത് പുതുപ്പള്ളി കൈതേപ്പാലം ജംഗ്ഷന് തൊട്ട് സമീപത്തായിട്ട് റോഡിലൊരു കുഴി രൂപാന്തരപ്പെട്ടിട്ട് ഏറെക്കുറെ 6 മാസത്തോളമായി. ഇവിടെ തന്നെ ഒരു മുന്നറിയിപ്പ് ബോർഡും PWD സ്ഥാപിച്ചിട്ടുണ്ട് അപകട മേഖലയിൽ നിന്ന്. കാരണം ഇത് കോട്ടയം കോഴഞ്ചേരി ഹൈവേ ആണ്. BMBC നിലവാരത്തിൽ പണിത റോഡുമാണ്. വാഹനങ്ങളൊക്കെ വരുന്നത് അമിത വേഗത്തിലുമാണ്. ആ സമയത്താണ് ഇതുപോലെ ഒരു കുഴി ഇവിടെ രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ഇവിടെ സ്ഥിരം 2 വീലർ യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നത്. മഴ പെയ്ത് വെള്ളം കൂടെ കിടന്നാൽ ഈ കുഴിയുടെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നിരവധി 2 വീലറുകൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നുണ്ട്. കൈതേപ്പാലം എന്നുള്ള ബോർഡും കാണാൻ മറയത്താണ്. വലിയ വാഹനങ്ങളൊക്കെ കുഴി ചാടി മറിഞ്ഞു പോകുമെങ്കിലും ഇവിടെ കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് ഇരുചക്ര വാഹനക്കാരാണ്. ഇവിടെ വരുമ്പോൾ നല്ല സ്പീഡിൽ വരുന്ന വാഹനം പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ തൊട്ട് പുറകെ വരുന്ന വാഹനങ്ങളും വന്നിടിക്കുന്നത് അപകടത്തിനിടയാക്കുന്നുണ്ട്. ഇത് കറുകച്ചാൽ PWD സെക്ഷനിൻ്റെ കീഴിലാണ്. പലവട്ടം അവരിവിടെ കൊണ്ടുപോയി ടാറ് കോരി ഒഴിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഇത് രാത്രിയിലെ ദൃശ്യം കൂടെയാണ്. രാത്രിയിലാണ് കൂടുതൽ അപകടമുണ്ടാകുന്നത്. നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ ദിവസം ചെല്ലുന്തോറും ഈ കുഴിയുടെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. PWD അധികാരികൾ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവിടെ ആരുടെയെങ്കിലും ജീവൻ പൊലിയും. സംശയം വേണ്ട, പൊലിഞ്ഞാൽ അതുമായിട്ട് നേരെ PWD ഓഫീസിൻ്റെ മുന്നിലേക്ക് ഞങ്ങൾ വരും. അതിനുള്ളിൽ ഇത് ശരിയാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരാൾ കുഴിയിൽ വീണ് മരണപ്പെട്ടപ്പോഴത്തേന് PWD അവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് കോടതി വിധി വന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെയൊരു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവരാരും ഒന്നും അനങ്ങാതിരിക്കുന്നത്. അപകടത്തിൽപ്പെടുന്നയാളുടെ കുടുംബത്തിന് പോയി എന്ന് മാത്രം.